അന്ത്യകാലമായി ഈ മാർത്തോമാ സഭയെ ഇനി ആ റോമൻ കത്തോലിക്കൻ്റെ കാൽ കീഴിൽ കൊണ്ട് വെക്കാനുള്ള പരിപാടിയായിരിക്കും. ഇവന്മാരെല്ലാം കൂടി വത്തിക്കാനും പോയിരിക്കുക. അവിടെ കൊണ്ടുപോയി കർത്താവിനെ ക്രൂശിച്ചവരായവർ റോമക്കാർ ഇനി അടുത്ത ക്രൂശീകരണത്തിനായിരിക്കും. കർത്താവിൻ്റെ വരവിനെ തടസ്സപ്പെടുത്താനുള്ള പരിപാടിയായിരിക്കും. പക്ഷേ നടക്കത്തില്ല. ഒരു ഇടയൻ്റെ കീഴിൽ എല്ലാവരും ആകുമെന്നുണ്ട്. ഇനി അതിൻ്റെ ആയിരിക്കും. മാർത്തോമായിലെ 8 ബിഷപ്സ് വാറ്റിക്കനിൽ പോയി പോപ്പ് ഫ്രാൻസിസുമായിട്ടുള്ള എഗ്രിമെന്റ് ഫീസിബിലിറ്റി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അതെന്നെ വളരെ വിഷമിപ്പിക്കുകയും ഇറ്റ് കോസ് മീ എൻലെസ് ഡിസ്ട്രെസ്. ബിക്കോസ് ഞാൻ എപ്പോഴും എന്നെ തന്നെ ഒരു പ്രൗഡ് മാർത്തോമായിട്ടായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടിയിട്ടുള്ളത്. ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പാരഡൈം ഷിഫ്റ്റ് ആണ്. പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കാവുന്ന സെറ്റ് ഓഫ് ആക്ഷൻസിൽ കവിഞ്ഞു പോകുന്ന ഒരു ആക്ഷനാണിത്. മാർത്തോമാ സഭയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദ സിനഡ് ആൻഡ് ദ മണ്ഡലം ആൻഡ് വേരിയസ് ബോഡീസ്, അവർക്ക് ഫങ്ഷൻ ചെയ്യാവുന്ന റേഞ്ച് ഓഫ് ഫങ്ഷൻസ് ബേസിസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. മാർത്തോമാ സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് മാത്രമേ ഈ ഡിസിഷൻ മേക്കിംഗ് ബോഡീസിന് എക്സ്പ്ലോറും ആക്റ്റും ചെയ്യാനൊക്കത്തുള്ളൂ. ഇതിൻ്റെ പുറകിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, if there is something outside the ambit of the Marthoma Sabha's constitution, that has to be decided by the laity and not by the priest or the bishops or the metropolitan. അപ്പോൾ ഇങ്ങനെ ഒരു പോസിബിലിറ്റി, ഒരു ഫീസിബിലിറ്റി എക്സ്പ്ലോർ ചെയ്തിട്ട് ലേറ്റിയുടെ കൺകറൻസ് കിട്ടിയിട്ട് മാത്രമേ ഇവർ മുമ്പോട്ട് പോകാൻ ശ്രമിക്കണമായിരുന്നു. ബേസിക്കലി ദേ ഷുഡ് ബി എ റെഫറൻഡം. ആ റെഫറൻഡത്തിൽ കൂടെ എവറി Marthomite citizen who is 18 years and above must be asked his or her views on the possibility of a joint union, ecclesiastical union between the Marthoma Church and the Roman Catholic Church, whereby the Marthoma Church will find its identity subsumed. Marthoma Sabha ഇപ്പോൾ subsidiary ഡിനോമിനേഷൻ്റെ ഒരു വാസൽ സ്റ്റേറ്റിൻ്റെ ഒരു സമ്പ്രദായം സീക്ക് ചെയ്യാനാണ് ഇവർ പോകുന്നത്. ബേസിക്കലി ഓൺ ഹൗ ഡിഡ് ദേ അറൈവ് അറ്റ് ദിസ് കൺക്ലൂഷൻ ദാറ്റ് ദേ കുഡ് ഗോ ഫോർ എ ജോളി ട്രിപ്പ് ടു ദ വാറ്റിക്കൻ? അതൊരു സങ്കടമായ ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ന്യൂസിൽ കൂടെ മനസ്സിലാക്കിയത് ദ മെട്രോപോളിറ്റൻ ഇസ് ഇൻ CMC വെല്ലൂർ ട്രീറ്റ്മെന്റ്. അപ്പോൾ ഇവര് മെത്രാപോലിത്തയുടെ അനുവാദം എടുത്തോ ഇല്ലയോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ദാറ്റ് ഇസ് ഓൾസോ നോട്ട് മെൻഷൻഡ്. ഇപ്പോൾ ഒരു പള്ളിയിലും ഒരു ഇതിനെപ്പറ്റി ഒരു അനൗൺസ്മെന്റ് കൊടുത്തിട്ടില്ല. ഒരു ഡിസിഷൻ മേക്കിംഗ് ബോഡിയിൽ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. ഇവർ ഓൺ വാട്ട് ബേസിസ് ഡിഡ് ദേ ഗോ ആൻഡ് ഹൂ ഫൈനാൻസ് ദ ട്രിപ്പ്, ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. വി ഡു നോട്ട് നോ. ഈ കാഷ്വൽ അപ്രോച്ച് ഈ ബിഷപ്സ് എടുക്കുന്നത്, ദ ഫോൾട്ട് ക്യാൻ ബി ട്രേസ്ഡ് ടു ദി കാഷ്വൽ ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ചസ് through which these people have become bishops. അവരൊരു ഉടുപ്പിടുമ്പോഴത്തേക്ക് അവരോർക്കുന്നത് they are elevated to the status of kings, which is not so. അവർക്ക് അവരുടേതായ ഒരു ഐഡന്റിറ്റി പോലും ഇല്ല. കാരണം അവരിടുന്ന കുപ്പായത്തിന് മേൽ ഒരു മോദി ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഐ മീൻ ഓൺ വാട്ട് ബേസിസ് ആർ ദേ വെയറിംഗ് ദിസ് ജാക്കറ്റ്? പണ്ട് ഒരു 30-35 വർഷം മുമ്പേ ഞങ്ങളുടെ പള്ളിയിൽ, ഞങ്ങളുടെ ഇടവകയിൽ ഒരു പുതിയതായിട്ട് സെമിനാരിയിൽ പാസ് ഔട്ട് ചെയ്ത് വാഴിച്ച ഒരു അച്ഛൻ വന്നു. അപ്പം ബോംബെയിലെ ഹീറ്റ് ആൻഡ് ഡസ്റ്റും ആ ഗ്രൈമും ഒക്കെ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ അച്ഛൻ ഞങ്ങളോട് ചോദിച്ച ചോദ്യമാണ്, ഞാൻ ഈ കുപ്പായം ഇട്ടിട്ട് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതോ പള്ളിയിൽ വരുമ്പോൾ അല്ലെ വീടുകൾ വരുമ്പോൾ അല്ലെ ഫങ്ഷൻസിൽ വരുമ്പോൾ മാത്രം ഇട്ടാൽ മതിയോ? പിന്നെ അദ്ദേഹം പറഞ്ഞതാണ്, ഞങ്ങളെ സെമിനാരി പഠിപ്പിച്ചത് ഈ കുപ്പായം ഒരു സെക്കൻഡ് സ്കിൻ ആയിട്ടാണ് പഠിപ്പിച്ചത്. അങ്ങനെ if the cassock or the priestly garments are to be looked upon as the second skin of a person, of a priest, how can they think of putting a third skin, a jacket on top of the second skin? അപ്പോൾ അവരുടെ സ്വന്തമായിട്ടുള്ള ഐഡന്റിറ്റി അവർ സാക്രിഫൈസ് ചെയ്ത് സബ്സ്യൂം ചെയ്ത് അതിൻ്റെ പുറത്ത് വേറെ ഒരു ഗാർമെന്റ് ഇട്ട് ഒരു ക്ലൗണിഷ് അപ്രോച്ച് എടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദേ ആർ പീപ്പിൾ ഹു ഹാവ് ലോസ്റ്റ് ദ ഇന്റലക്ച്വൽ മൂറിങ്സ്. അവർക്ക് അവരുടേതായ സെൻസ് ഓഫ് പെർസ്പെക്റ്റീവ്, സെൻസ് ഓഫ് ഗ്രാവിറ്റാസ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ്. ഇഫ് ദേ ഡോണ്ട് റെസ്പെക്ട് ദംസെൽവ്സ്, ഹൗ വിൽ ദേ എക്സ്പെക്ട് ദ ലേറ്റി to respect them? This trip had no basis, legal basis. ഇതൊരു എക്സ്പ്ലോറേറ്ററി ട്രിപ്പ് ആണെന്ന് അവർ പറഞ്ഞാൽ തന്നെ they should ask, they are duty bound to tell the public as to who financed their trip. സഭയുടെ എക്സ്പെൻസസ് സഭയുടെ കോഫേഴ്സിൽ നിന്നാണോ ഇവർ ഫൈനാൻസ് ചെയ്തിട്ടുണ്ട്?
How do they fly to that particular place? Did they fly business class? Who has financed a trip? Why should the Sabha bear this burden? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ എസ്റ്റാബ്ലിഷ് ഡിനോമിനേഷൻസിന്റെ കോഫിനിലുള്ള ലാസ്റ്റ് നെയിലാണ്. ഇവർ ചെയ്യുന്ന ഈ കോമാളിത്തരം ബേസിക്കലി മനുഷ്യരുമായിട്ട് അകൽച്ചു കൊണ്ടിരുന്ന ഒരു കോമാളിത്തരമാണ്. These are practices that will drive the laity to exhibit contempt for these so-called people in power, the so-called authorities in power. പരീക്ഷന്മാരും ഇവരുമായിട്ട് ഒരു വ്യത്യാസം ഞാൻ കാണുന്നില്ല. I don't see any difference between the Pharisees in the New Testament and the bishops of the church. I'm sorry to put it that way, because ഇവരൊരു frivolous, clownish group of people ആയി തീർന്ന ഒരു കാലഘട്ടമാണ്. I feel sorry to say that I'm a part of a once reformist religious denomination. This can only mean that we are one step away from entering into a situation of no return. Thank you. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.